ഹലോ, ജോൺസൺസ് ഫോട്ടോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആദ്യമേ തന്നെ എല്ലാവർക്കും അത്തദിന ആശംസകൾ. ഇനി 10/10 തിരുവോണമാണല്ലേ. അപ്പം ഓണത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിന്ന് രാവിലെ പീരുമേടിനൊരു ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പീരുമേട് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയുള്ളൊരു ഓട്ടമാണ് പീരുമേടിന് പോകാനായിട്ട് നമ്മൾ ചപ്പാത്തിലെത്തിയപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നൊക്കെ ഉണ്ട്. എന്നാലും തെളിഞ്ഞൊരു അന്തരീക്ഷമാണ് കേട്ടോ. 2 ആഴ്ച മുമ്പത്തെ ചപ്പാത്ത് പാലവും ചപ്പാത്ത് ആറും പെരിയാറും ഇപ്പോഴത്തെ ആറും തമ്മിൽ ഭയങ്കര വ്യത്യാസം കേട്ടോ. ഇപ്പം വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ശാന്തമായിട്ട് ഒഴുകുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇത് ആകാശത്തോട്ട് നോക്കാൻ തന്നെ എന്നാ രസമാണെന്ന് നോക്കി. കാരണം വേറൊന്നുമല്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഇനിയിപ്പോൾ തെളിയട്ടെ. കാരണം എല്ലാവർക്കും ഓണത്തിന് ഒരാഴ്ചയും കൂടെ ഉള്ളൂ. അത്യാവശ്യം പണികളൊക്കെ ഉണ്ടെങ്കിലേ ഓണം കളറാക്കി മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ, എല്ലാവർക്കും പണികളൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുണ്ടോ, മേഘത്തിന് നടുക്ക് ആകാശം മാത്രമായിട്ടൊരു ഗുഹ പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ നേരെ അവിടെ ചെന്നു. അവിടെ ഹിമറാണി ഓഡിറ്റോറിയത്തിലായിരുന്നു ഫംഗ്ഷൻ. നമ്മൾ ചുമ്മാ ഓഡിറ്റോറിയത്തിൻ്റെ മേളിൽ കയറി കേട്ടോ. മേളിൽ കയറിയപ്പോൾ ഉള്ള കാഴ്ചയാണിത്. ഒരു കാട്ടാറ് ഇങ്ങനെ പതഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്നു. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അത്ര നല്ല ഇങ്ങ് താഴെ നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് ചെറുതായിട്ട് കാപ്പി കുടിക്കാനായിട്ട് നിർത്തി കേട്ടോ. പള്ളിക്കുന്ന് ടോപ്പയിലാണ് കാപ്പി കുടിക്കാനായിട്ട് നിർത്തിയത്. നല്ല ചൂട് പഴംപൊരിയും നല്ല ചൂട് കട്ടൻ ചായയും അങ്ങോട്ട് അടിച്ചു കേട്ടോ. അവിടെ പൊതുവേ ഒരു തണുപ്പ് കാലാവസ്ഥയാണല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് ഈ കടും ചായ കുളിക്കാൻ നല്ലൊരു രസമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഏലപ്പാറ ആകാറാകുമ്പോഴത്തേക്കും ഒരു സിപ്പ് ലൈൻ പണി നടക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ടൈഫോയ്ഡ് എസ്റ്റേറ്റിലാണ് ഈ സിപ്പ് ലൈൻ ഉള്ളത് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. കാരണം താഴെക്കൂടെ പോകുന്നത് ഏലപ്പാറ വാഗമൺ റൂട്ട്. ഇപ്പം അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു സിപ്പ് ലൈനാണ് കേട്ടോ. ഈ സിപ്പ് ലൈൻ പണിയൊക്കെ പൂർത്തിയായി കഴിയുമ്പം ഈ സിപ്പ് ലൈന് യാത്ര ചെയ്യാൻ അടിപൊളിയായിരിക്കും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ വഴിയുടെ സൈഡിൽ മൊത്തം പാർക്കിംഗ് ആയിട്ട് ഫുള്ള് പ്രശ്നങ്ങളായിരിക്കും. എന്തായാലും നമ്മൾ വീട്ടിൽ വന്നു. 5-6 റംബൂട്ടാൻ പഴുത്ത് വെപ്പുണ്ടായിരുന്നു, അതൊക്കെ പറിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.